ജോർജ് പൊടിപാറ, താങ്കൾ ഈ ഡെവലപ്മെന്റിനെ എങ്ങനെയാണ് കാണുന്നത്? കെ സുധാകരൻ ഇറങ്ങിപ്പോയത് അസ്വസ്ഥതയോടുകൂടിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം കുറച്ച് കടുപ്പിച്ച് പറയുന്നു. ചില പേരുകളെ മാറ്റി നിർത്തിയാൽ ദീപദാസ് മുൻഷിയുടെ പേരൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം കടുത്ത ഭാഷയിൽ പറയുന്നു, AICC നേതൃത്വം തന്നോട് അനീതി കാണിച്ചു, തന്നെ പാർട്ടിക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയണം അദ്ദേഹം. എന്ന് വെച്ചാൽ പാർട്ടി തന്നെ ഉപയോഗപ്പെടുത്തുന്നില്ല, ഇവിടെ സജീവമായി രാവും പകലും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എന്നെ പിടിച്ച് AICC ഇട്ടിട്ട് എന്ത് കാര്യം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ തന്നോടൊരു മര്യാദ കാണിച്ചില്ല എന്ന അദ്ദേഹത്തിന്റെ വിമർശനം കോൺഗ്രസിനെ ഏക്കാൻ സാധ്യതയുള്ള വിമർശനമാണോ, അതോ ഇങ്ങനെ വനരോധനമായി ഒടുങ്ങുമോ? സ്വാഭാവികമായിട്ടും കെ സുധാകരന്റെ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അതൃപ്തിയും ഒരു നിരാശയും അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട്. അതിനകത്ത് നമുക്ക് കുറ്റം പറയാനും കഴിയില്ല. കാരണം അങ്ങനെ ഒരു പരാജയപ്പെട്ട പ്രസിഡന്റ് ആയിരുന്നില്ല കെ സുധാകരൻ എന്നുള്ളത് ഒരു വസ്തുതയാണ്. അദ്ദേഹത്തിന് സ്വയം വിശേഷിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം നേടി. പാർലമെന്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിലെ ഉജ്ജ്വല വിജയം, അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും മോശമല്ലാത്ത റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് അദ്ദേഹത്തിന് സ്വയം വിലയിരുത്തുമ്പോൾ ഞാനൊരു പരാജയപ്പെട്ട പ്രസിഡന്റ് അല്ല, ഞാനൊരു വിജയിച്ച പ്രസിഡന്റാണ്, പിന്നെ എന്തിനാണ് എന്നെ മാറ്റിയത്? അതും 2 തെരഞ്ഞെടുപ്പുകൾ വരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വയം വിശ്വസിക്കുന്ന പോലെ തന്നെക്കാൾ CPM-നെ നേരിടാൻ ശേഷിയുള്ള, പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന CPM-ന്റെ അനിഷേധ്യ നേതാവിനോട് രാഷ്ട്രീയമായിട്ടും വ്യക്തിപരമായിട്ടും ഏറ്റുമുട്ടാനുള്ള കരുത്തും ശേമിഷിയും ഒക്കെ കാണിക്കാൻ വേറെ ആരുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ചോദ്യം അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ ഒരു ആത്മവിശ്വാസം തന്നെയാണ്. ആ വക കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ സുധാകരൻ പറയുന്നതിൽ ന്യായമുണ്ട്. പക്ഷെ മറുവശത്തുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, സുധാകരൻ അദ്ദേഹത്തിന് എന്തായിരുന്നു അദ്ദേഹത്തിനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് എന്ന് സ്വയം വിമർശനപരമായിട്ട് സുധാകരൻ പരിശോധിക്കുന്നില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സുധാകരൻ ഈ മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊക്കെ പറയുന്നതിന് വലിയ ഇഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല കോൺഗ്രസിൽ. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഒരു പരിധി വരെ സുധാകരൻ തന്നെ സ്വയം വിളിച്ചു വരുത്തിയതാണ്. അദ്ദേഹം നേതാവാണ്, അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പലപ്പോഴും വളരെ ശക്തമാണ്, പിണറായി വിജയനായിട്ട് വളരെ ശക്തമായിട്ട് ഏറ്റുമുട്ടുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് വേദികളിലും അതുപോലെ തന്നെ പൊതുവേദികളിലും ഒക്കെ അദ്ദേഹം അണികളെ ആവേശം കൊള്ളിക്കുന്ന ഉജ്ജ്വല പ്രഭാഷകനാണ്, പ്രസംഗകനാണ്. ഇതൊക്കെ അംഗീകരിക്കാം. പക്ഷെ ഒരു KPCC പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഈ സമീപകാലത്ത് സംഘടനയെ ചലിപ്പിക്കാൻ കെ സുധാകരൻ എന്ത് ചെയ്തു? അതിലെന്തായിരുന്നു അദ്ദേഹത്തിന്റെ റോള്? അതിന് അദ്ദേഹത്തിന് ഫലപ്രദമായിട്ട് കഴിഞ്ഞോ? ഞാൻ വിചാരിക്കുന്ന കഴിഞ്ഞ കുറെ കാലമായിട്ട് കെ സുധാകരൻ എന്ന KPCC പ്രസിഡന്റിനേക്കാൾ സംഘടനാ കാര്യങ്ങൾ കൃത്യമായി നോക്കി നടത്തിയതും ആ രീതിയിൽ അണികളെ അല്ലെങ്കിൽ സംഘടനാ മെഷീനറിയെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെങ്കിലും നിലനിർത്തുന്നതും നമ്മുടെ KPCC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹമല്ല. അദ്ദേഹം ഇന്ദിരാഭവനിൽ എത്തുന്നില്ല, തിരുവനന്തപുരത്ത് കൃത്യമായി വരുന്നില്ല. അദ്ദേഹം അടിമുടി ഒരു കണ്ണൂർ രാഷ്ട്രീയക്കാരനാണ്. അപ്പൊ അതാണ് അദ്ദേഹത്തിന് പറ്റിയൊരു പ്രശ്നം. മാത്രമല്ല, ദീപദാസ് മുൻഷിക്ക് റിപ്പോർട്ട് കൊടുത്തു എന്ന് പറയുന്നു. അവർക്കിപ്പോ കെ സുധാകരനോട് വലിയ വിരോധം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം ഇപ്പൊ മോശമായിട്ട് പെരുമാറിയത് കൊണ്ടും ആവില്ല. പക്ഷെ സംഘടനാ ചുമതലയുള്ള അവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഈ കേരളത്തിലെ അടുത്ത 2 തെരഞ്ഞെടുപ്പുകളിൽ, പ്രധാന തെരഞ്ഞെടുപ്പുകളിൽ സംഘടനയുടെ സാധ്യതകളെ ഏതെല്ലാം രീതിയിൽ മെച്ചപ്പെടുത്താം അവർ നോക്കുമ്പോൾ സംഘടനയുടെ KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാന പദവിയിലിരിക്കുന്ന കെ സുധാകരന് ആ പ്രസിഡന്റ് പദവിയോട് പൂർണ്ണമായിട്ട് നീതി പുലർത്താൻ പറ്റുന്നില്ല. നേതാവ് എന്നുള്ള നിലയ്ക്ക് മിടുക്കനാണ്, ഇടതുമുന്നണിയായിട്ടുള്ള പോരാട്ടങ്ങളിൽ അദ്ദേഹം അദ്വിതീയനാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് ഒരു KPCC അധ്യക്ഷ പദവിയിൽ ഇരുന്നു കൊണ്ട് പ്രതീക്ഷിക്കുന്ന ആ ഒരു ആർജവവും അതുപോലെ തന്നെ ആ അടിമുടിയുള്ള ആ ഉത്തരവാദിത്വ ബോധവും പ്രകടമാകുന്നില്ല എന്നായിരിക്കാം അവർ റിപ്പോർട്ട് ചെയ്തത്. അതൊരു വസ്തുതയാണ്. മാത്രമല്ല, ഇപ്പൊ പ്രതിപക്ഷ നേതാവും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം സമീപകാലത്ത് കുറെ വഷളായിട്ടുണ്ട്. അത് അദ്ദേഹം ഇല്ലെന്ന് പറഞ്ഞാലും ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. നമുക്കറിയാം, കോട്ടയം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പത്രസമ്മേളനത്തിലെ കാഴ്ചകൾ, അതിനുശേഷം പിന്നീട് ഒരു സമ്മേളനത്തിന് കാത്തിരിക്കുമ്പോൾ ഉപയോഗിച്ച പദപ്രയോഗം, ഇവര് തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്ന് VD സതീശൻ പറഞ്ഞേക്കാം, ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും നല്ല ബന്ധമാണെന്ന് കെ സുധാകരൻ പറഞ്ഞേക്കാം. പക്ഷെ രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു ദാർഢ്യവും എല്ലുറപ്പും ഒക്കെ കുറച്ച് കാലമായിട്ട് നഷ്ടപ്പെട്ടു. പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതുകൊണ്ട് ജോർജ് പൊടിപാറ, താങ്കൾ പറയുന്നത് സുധാകരന്റെ വ്യക്തിപരമായ അതൃപ്തി അദ്ദേഹം രേഖപ്പെടുത്തുമ്പോഴും ഈ മാറ്റം നല്ലതിനാണ് എന്ന് ബഹുഭൂരിപക്ഷം പ്രവർത്തകരെയും അനുഭാവികളെയും വിശ്വസിപ്പിക്കാൻ AICCക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനൊരു വികാരപ്പടർച്ചയുടെ സാധ്യത ഇല്ല എന്നാണ്.
വലിയ വികാര പകർച്ച ഉണ്ടാവണമായിരുന്നു. ഇപ്പൊ നമ്മൾ വേണമെങ്കിൽ പറയാം യുദ്ധത്തിന്റെ സമയത്താണ്, അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ കോലാഹലം അല്ലെങ്കിൽ യുദ്ധ സമാനമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന സമയത്താണ് പ്രഖ്യാപനം ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായില്ല, അല്ലെങ്കിൽ വലിയ സ്ഫോടനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് ഒരു എന്താ പറയാ ഓലപ്പടക്കത്തിന്റെ പൊട്ടൽ ശബ്ദം പോലും കേട്ടില്ല എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടിയ പ്രയോഗമാണെങ്കിലും ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിശക്തമായിട്ട് ഉള്ളൊരു ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാവേണ്ടതാണ്. മാത്രമല്ല ഈ ടീമിനെ കുറിച്ച് കെ സുധാകരൻ അടക്കം പറയുന്നത് നല്ല ടീമാണ്, അതെല്ലാ ബാലൻസിങ്ങും പുലർത്തിയിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോൾ കെ സുധാകരൻ തന്നെ ആ ടീമിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ജോർജ് പടിപ്പറ അദ്ദേഹം സണ്ണി ജോസഫിനെ കുറിച്ച് നല്ലത് പറയുന്നു, ഒപ്പം ടീമിനെ കുറിച്ച് നല്ലത് പറയുന്നു. പിന്നെന്താണ് കുഴപ്പമൊന്നും കേൾക്കുന്ന ആൾക്കാർ സ്വാഭാവികം ചിന്തിക്കും. ബാക്കിയുള്ളത് കെ സുധാകരന്റെ വ്യക്തിപരമായ നഷ്ടത്തെക്കുറിച്ചുള്ള ആധി മാത്രമാണ്. താങ്ക് യു സി ജോർജ് പടിപ്പറ.